13കാരൻ സഞ്ജയ്ക്കായി ഒരു നാട് ഒന്നിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെമ്പഴന്തി അണിയൂരാണ് സഞ്ജയുടെ വീട് വരുന്നത്. അപൂർവ രോഗത്തിന് പിടിയിലാണ് സഞ്ജയ് ഇപ്പോൾ. മജ്ജയിൽ രക്താർബുദം ബാധിച്ചിരിക്കുകയാണ്. 35 ലക്ഷത്തോളം രൂപ ശസ്ത്രക്രിയയ്ക്കായി വേണ്ടിവരും. സഞ്ജയ്ക്കായുള്ള ബിരിയാണി ചലഞ്ചാണ് ഇവിടെ നടക്കുന്നത്. ചെമ്പഴന്തി വാർഡ് കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ സഞ്ജയുടെ സർജറിക്ക് വേണ്ടിയിട്ട് ആവശ്യമായ 50 ലക്ഷം രൂപ സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ബിരിയാണി ചലഞ്ച് കുടുംബശ്രീ ആഭിമുഖ്യം നടത്തിയിട്ടുള്ളത്. നാടാകെ ഇത് 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അതിൻ്റേതായ ക്രൗഡും അതിൻ്റേതായ തിരക്കുകൾ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ജനം സഞ്ജയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സഹകരിക്കുകയാണ്. ഒരു ബിരിയാണി വാങ്ങുക എന്നത് മാത്രമല്ല, ഇത്രയും മനുഷ്യരുടെ ഒരു പ്രാർത്ഥന ഉണ്ടാവും. അതിനൊത്ത പണം സഞ്ജയ്ക്ക് സർജറിക്ക് വേണ്ടി ആവശ്യമായി വരും. സഞ്ജയുടെ ജീവൻ നിലനിർത്താൻ ഈ നാട് ഒന്നിച്ചു നിൽക്കുകയാണ്. സഞ്ജയ് എത്രയും പെട്ടെന്ന് തന്നെ കുടുംബശ്രീയും മൊത്തത്തിലാണോ? കുടുംബശ്രീയുടെ ലേബലിൽ ഈ നാട്ടിൽ എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിൽക്കുകയാണ്. കുടുംബശ്രീയുടെ ലേബലിൽ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ ഒരു കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത്. അതാണ് നമുക്കതല്ലേ മെയിൻ. അതാണ് മെയിനായിട്ടുള്ളത്. കൊച്ചുമക്കളല്ലേ അത് കേൾക്കുമ്പോൾ. നമുക്ക് മക്കളുള്ളതുകൊണ്ട് അതൊരു വിഷമം. പിന്നെ അത് കേട്ടപ്പോൾ നേരം തൊട്ട് നമുക്കൊരു ഈ വെയിലത്തിന് ക്ഷീണം ഉണ്ടായിട്ടും കയ്യെന്ന് പറഞ്ഞ് ആയിട്ടും വന്നത് തന്നെ ഒരു പൊടി കൊച്ചിന് വേണ്ടി. ഇവർ ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവൃത്തിയാണ്. ഇനി ഇതേപോലെ മുന്നോട്ട് വേറെ ആൾക്ക് വേണ്ടി നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കൂടെ ഇത്രയും ജനങ്ങളുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പം നമ്മളായിട്ട് എന്തെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇപ്പോൾ ധനമായാലും ശരി, ഇങ്ങനെ ഒരു പ്രവൃത്തിയിലാണെങ്കിലും ശരി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തു കൊടുക്കാൻ ഇത്രയും പേര് ജനങ്ങളുണ്ടെന്നാണ് ഇതിൻ്റെ ഒരു സൂചന. നമ്മൾ ഇത്രയും തിരക്ക് കാണുന്നു, ക്യൂ കാണുന്നു, ഇത്രയും വെയിലത്ത് നിൽക്കുന്നു, ആൾക്കാർ കഷ്ടപ്പെട്ട് ഇത് ബിരിയാണി മേടിക്കാൻ നോക്കുന്നു. സോ ഇതൊരു സൈനാണ് നമ്മൾ ഇത്രയും പേരുണ്ട്, ഒരു ജീവന് അത്രേ ഉള്ളൂ. ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ജാതി മതം ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചേർന്ന് ഈ ഒത്തൊരുമ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ കൊണ്ടുപോകുന്നത്. ഏകദേശം 250 കുട്ടികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അധ്യാപകരും പിന്നെ കുറച്ച് കുട്ടികളും പൈസ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, പാവപ്പെട്ട ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പുണ്യകർമ്മമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടിയാണ്. അതായത് നിങ്ങൾ വന്നതിലും നിങ്ങളെ കണ്ടതിലും വളരെ സന്തോഷം. എന്തായാലും നിരവധി പേർ ഈ ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമാകാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ബിരിയാണി കഴിക്കുക എന്നതിലുപരി ഒരു ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനമെന്നാണ് പറയുന്നത്. കാരണം ആ കുട്ടി ഒരു പിഞ്ചു കുട്ടി, ഒരു പട്ടാളക്കാരൻ ആകാനായിരുന്നു ആ കുട്ടിയുടെ ആഗ്രഹം. പക്ഷേ വിധി അതിനെ അനുവദിച്ചില്ല. ഈ ഒരു വാർത്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം, ആ കുട്ടിയുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.